ബോംബെ അധോലോകത്തിൻ്റെ ഒരു ചരിത്രം ഞാനതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹാജി മസ്താനെ പോലെയുള്ള ആൾ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന വരദരാജ മുതലിയാർ, ഹാജി മസ്താൻ, അവർ വളരെ 10, 12, 13 വയസ്സ് ഉള്ളപ്പോഴാണ് അവർ വരുന്നത്. അവർ ചെറുകിട പണികൾ, അതിനു മുമ്പ് തന്നെ ഈ ഫോർട്ട് ബോംബെയിലെ ഈ കടൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് കള്ളക്കടത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കള്ളക്കടത്തിലാണ് ഇതിൻ്റെ ആരംഭം ബോംബെ അധോലോകത്തിൻ്റെ. അപ്പോൾ കള്ളക്കടത്തിൽ വരുന്ന സാധനങ്ങൾ നികുതി അടയ്ക്കാതെ കൊണ്ടുപോകുക, അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഈ സൈക്കിൾ റിപ്പയർ ഷോപ്പൊക്കെ ആയിരുന്നു ഹാജി മസ്താനുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവിനുണ്ട്, ഇങ്ങനെ വന്നു. പിന്നെ അതിനുശേഷം വരദരാജ മുതലിയാർ വരുന്നു. ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 ആളുകളാണ് വരുന്നത്. അപ്പോൾ അവരിൽ നിന്നാണ് ഇത് വളരെ ഇതിൻ്റെ തുടക്കമെന്ന് പറയാം. അപ്പോൾ പിന്നെ ഈ ബോംബെയിലെ ധാരാവി എന്ന് പറയുന്ന വലിയൊരു ചേരി, ആ ധാരാവിയിലെ ചേരിയിൽ ഈ വാറ്റുചാരായം കൊടുക്കുക, വിൽപ്പന, അങ്ങനെ വാറ്റുചാരായ വിൽപ്പന, അതോടൊപ്പം തന്നെ മുംബൈയിലെ ഈ തുറമുഖത്തിൽ നിന്നുള്ള കള്ളക്കടത്ത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ അതിൻ്റെ ആരംഭം എന്ന് പറയാം, ബോംബെ അധോലോകം എന്ന് പറയുന്നതിൻ്റെ ആരംഭം. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാലില്ല. എന്നാൽ ഈ നാഗ്പാട എന്നൊക്കെ പറയുന്ന പിൽക്കാലത്ത് തന്നെ തുടർന്ന് വന്നു. പിന്നെ മഹാരാഷ്ട്രയിലുള്ള ആളുകളും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആദ്യകാലത്ത് ഈ 50കളിലും 60കളിലും ഒക്കെ ഈ ബോംബെ അധോലോകത്തിൻ്റെ അസ്ഥിവാരം ഇടുന്നത് ഈ 2 തമിഴന്മാരാണെന്ന് പറയാം, വരദരാജ മുതലിയാരും ഹാജി മസ്താനും. അപ്പം പിന്നെ അവർ പിൽക്കാലത്ത് വളർന്ന് രാഷ്ട്രീയവും സിനിമയും ഒക്കെ നിയന്ത്രിക്കത്ത വലിയ ശക്തി ഉള്ള ആളുകളായി മാറി, സമ്പത്തിൻ്റെ ആളുകളായി മാറി. അവരെ കൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ആവശ്യം വന്നു തിരഞ്ഞെടുപ്പ് സമയത്ത്. പിന്നെ ഫണ്ടിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ ഒരു സിൻഡിക്കേറ്റായിട്ട് മാറി. അപ്പോൾ ഈ ബോംബെയുടെ ഒരു സാംസ്കാരിക തലത്തെ, ഇപ്പം ആദ്യ പകുതിയിൽ ബോംബെ പ്രകടിപ്പിച്ച എല്ലാത്തരം സാംസ്കാരിക ബഹുലതയും സാംസ്കാരിക സമ്പന്നതയും സാംസ്കാരിക ബഹുസ്വരതയും അട്ടിമറിച്ച് ബോംബെ ഒരു പ്രാകൃത നഗരമാക്കി തീർക്കുന്നതിൽ, വർഗീയതയുടെയും ഒക്കെ ഒരു വലിയ പ്രാകൃത നഗരമാക്കി തീർക്കുന്നതിൽ അധോലോകത്തിന് വലിയ പങ്കുണ്ട്. അധോലോകവും രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളും തമ്മിലുള്ള ഈ അവിഹിത വീഴ്ച ബോംബെയുടെ ഒരു ഡൗൺഫോൾ, ഒരു പിന്നോട്ടടിക്ക് വലിയ കാരണമായി, നിമിത്തമായി എന്ന് പറയാം. ബഡാരാജൻ ആക്ച്വലി ഇവിടുന്ന് ബോംബെയിൽ ജീവിച്ച ഒരാളാണ്. ബോംബെയിൽ ജീവിച്ചിട്ട് വളരെ സാഹസികമായിട്ട് ജീവിച്ചു. മലയാളി, വളരെ ഇടത്തരക്കാരായിട്ടുള്ള മലയാളി തൃശ്ശൂരിൽ ദമ്പതികളുടെ മകനായിട്ട് ബോംബെയിൽ ജനിച്ച ആളാണ് ഈ ബഡാരാജൻ. അങ്ങനെ അദ്ദേഹം പടിപടി ആകസ്മികമായിട്ട് ഏറ്റവും വലിയൊരു ആനന്ദ മേഖലയെന്ന് പറഞ്ഞാൽ അന്നക്കാലത്ത് സിനിമ. അപ്പോൾ സിനിമയിൽ ഈ കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിൽക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വലിയ പാടായിരുന്നു. കാരണം ആനന്ദത്തിൻ്റെ ഒരു ഉല്ലാസത്തിൻ്റെ ഒരു ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെ ഇവർ കുട്ടികളൊക്കെ ആയിട്ട് യുവാക്കളായിട്ട് ഇങ്ങനെ കുട്ടികളിൽ നിന്ന് യുവാക്കളിലേക്ക് വളരുമ്പോൾ ഇങ്ങനെ കരിഞ്ചന്തകൾ ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുട്ടികളെ നിയോഗിക്കുമായിരുന്നു. അപ്പോൾ അവർ പോയി നേരത്തെ ടിക്കറ്റെല്ലാം ശേഖരിച്ചിട്ട് നമ്മളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ₹1 ടിക്കറ്റ് ആണെങ്കിൽ ഒരു ₹5, ₹6 വലിയ ഹിറ്റ് ചിത്രങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അവർ തോന്നിയ രീതിയിൽ ഇങ്ങനെ പണം നമ്മളിൽ നിന്ന് വസൂലാക്കി കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിൽക്കുക. കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിൽക്കുന്നതിലൂടെയാണ് ബഡാരാജനൊക്കെ വരുന്നതും. പിന്നെ അങ്ങനെ ഈ ഒരു ലോബിയിലേക്ക് അതിനകത്ത് സ്മാർട്ടായി പിന്നെ ഇങ്ങനെ വലിയ ഹാജി മസ്താൻ്റെയൊക്കെ ആളായിട്ട് മാറുകയും പിന്നെ അദ്ദേഹത്തിനെ ഷൂട്ടൗട്ടിൽ കൊല്ലുകയായിരുന്നു. പിന്നെ റൈവൽറി വരുന്നു. റൈവൽറിയിലൂടെ പിന്നെ പരസ്പരം ഷൂട്ടൗട്ടായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബഡാരാജനെയൊക്കെ ഇങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ റൈവൽ ഗ്യാങ് വധിക്കുകയായിരുന്നു. 1984 എൻ്റെ ഓർമ്മ. ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വളർന്നു വലുതായി. അത് ബോംബെയിലെ ബ്ലാസ്റ്റോട് കൂടിയാണ് അതിനൊരു ശമനം വരികയൊക്കെ ഉണ്ടായത്. റിബേറോ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ, തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇത് അവസാനിപ്പിക്കുന്നതിൽ പിന്നെ അതിനകത്തുള്ള ഒരു മലയാളി ഓഫീസറുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് ഞാനിത് എഴുതിയിട്ടുണ്ട്.